ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി. പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബെയ്റോ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു. ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ ഫ്രാൻസ് കടുത്ത ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേർന്നുണ്ട്. സോണൽ, ഏത് സാഹചര്യത്തിലാണ് ഫ്രാൻസിൽ ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നത്? വോട്ടെടുപ്പിൽ ബെയ്റോ പരാജയപ്പെടാനുണ്ടായ കാരണം എന്താണ്? സന്ധ്യ, ബെയ്റോ ഇപ്പോൾ വോട്ടെടുപ്പിലൂടെ പുറത്താകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം 9 മാസം മുമ്പാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. അതിനു മുമ്പും ഫ്രാൻസിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതിനുശേഷം വലിയ രീതിയിൽ അത് കുമിഞ്ഞുകൂടി എന്നുള്ളത് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ്. കടം കുത്തനെ കൂടി. അതോടൊപ്പം പ്രധാനമായി പറയേണ്ടത് GDP 114%, അതായത് ധനക്കമ്മി വർദ്ധിച്ചു 114%, GDP 114% അത് മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് അത്തരത്തിലൊരു വോട്ടെടുപ്പിലേക്ക് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നതും. പക്ഷേ അതിനെ അതിജീവിച്ച് വീണ്ടും ആ പ്രതിസന്ധിയെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമെന്നായിരുന്നു വിശ്വാസം. പക്ഷേ അതെല്ലാം തന്നെ പാഠം മാറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ അതിന് വിപരീതമായി നടന്നുകൊണ്ടാണ് അദ്ദേഹം പുറത്താകേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ അദ്ദേഹം പുറത്താകുമ്പോൾ ഇതിന് പിന്നാലെ പ്രസിഡന്റിനും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. മക്രോണിൻ്റെ രാജി എത്രയും പെട്ടെന്ന് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ രാജിക്കായുള്ള സമ്മർദ്ദം ഏറുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ ഫ്രാൻസിൽ ഒരു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. സന്ധ്യ. ശരി സോണൽ, ഫ്രാൻസിൽ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബെയ്റോ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി, അതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധി കൂടി ഉണ്ടായിരിക്കുകയാണ്.